ഇത് വന്ദേ ഭാരത് ട്രെയിനുകൾ നിരവധി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി പലയിടത്തും ചീറിപ്പായുന്നത് നാം ഏവരും കാണുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് 2 ട്രെയിനുകൾ നിലവിൽ വലിയ തോതിൽ തന്നെ ജനസ്വീകാര്യതയോടുകൂടി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് വന്ദേ ഭാരതിലൂടെ ലഭിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ ഇങ്ങനെ വന്ദേ ഭാരതിന് മാറ്റാൻ സാധിച്ചു. ഗതാഗത സൗകര്യം കൂടുതൽ സുഗമമാക്കാൻ കഴിഞ്ഞു. യാത്രാ ദൈർഘ്യം കുറയ്ക്കാൻ ഇതിലൂടെ കഴിയുമെന്നതാണ് വന്ദേ ഭാരതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. നേരത്തെ ഓടിയെത്തിയതിനേക്കാൾ വേഗത്തിൽ വന്ദേ ഭാരതിലൂടെ ജനങ്ങൾക്ക് പലയിടത്തും എത്താൻ കഴിയുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പോൾ കൂടുതൽ സമയമെടുത്ത് യാത്ര ചെയ്യേണ്ട ആവശ്യകത ജനങ്ങൾക്കില്ല. വിമാനമാർഗത്തേക്കാൾ കുറച്ചുകൂടി സമയം ചിലവഴിച്ചാൽ വളരെ വേഗത്തിൽ വന്ദേ ഭാരതിൽ കുറഞ്ഞ ചിലവിൽ തന്നെ എത്തിച്ചേരാനും കഴിയും. മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. 1 മിനിറ്റ് പോലും വൈകാൻ ഇതിന് സമയവും കൊടുക്കാറില്ല. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ 2 വന്ദേ ഭാരതുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴാണ് ഒരു വന്ദേ ഭാരത് ട്രെയിൻ കൂടി ലഭിക്കാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത കൂടി പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ 3ാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ കൂടിയാണ് ഇങ്ങനെ കിട്ടുന്നത്. എറണാകുളം ബംഗളൂരു റൂട്ടിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഇങ്ങനെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പുതിയ വന്ദേ ഭാരതിൻ്റെ റേക്കെത്തിയതോടെ യാത്രക്കാരുടെ പ്രതീക്ഷകൾ വീണ്ടും വാനോളം ഉയരുകയാണ്. ഏറെ സൗകര്യപ്രദമാകുമെന്ന വിശ്വാസം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗളൂരു റൂട്ടിൽ ഇത് യാഥാർത്ഥ്യമാകുന്നത് നിരവധി ആളുകൾക്കാണ്, മലയാളികൾക്കാണ് പ്രതീക്ഷ നൽകുന്നത്. കേരളത്തിലെ എറണാകുളത്തിനും കർണാടക തലസ്ഥാനമായ ബംഗളൂരുവിനുമിടയിൽ ഈ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ ഓടാൻ കഴിയുമെന്ന വിശ്വാസമാണ് ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. 3ാം വന്ദേ ഭാരത് എറണാകുളം ബംഗളൂരു റൂട്ടിൽ ഈ ട്രെയിൻ സർവീസ് ഉടൻ തന്നെ നടത്തുമെന്ന പ്രതീക്ഷയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ആദ്യ വന്ദേ ഭാരത് സർവീസ് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ആരംഭിച്ചത്. തൊട്ടടുത്ത വർഷം ഏപ്രിൽ ആകുമ്പോൾ തന്നെ 3ാമത്തെ വന്ദേ ഭാരതും കേരളത്തിന് ലഭിക്കുകയാണ്. സംസ്ഥാനത്ത് നിലവിൽ നടത്തുന്ന 2 വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളിലും മികച്ച ബുക്കിംഗ് നിരക്കാണ് കാണുവാൻ കഴിയുന്നത്. എല്ലാത്തിലും ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, നല്ലപോലെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് 3ാമതൊരു വന്ദേ ഭാരത് കൂടി കേരളത്തിന് കേന്ദ്രം സമ്മാനിക്കുന്നത്. ഈ സർവീസ് ആരംഭിക്കുന്നതോടെ എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രാ സമയമെന്നത് 9 മണിക്കൂറായി ചുരുങ്ങും. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് സെമി ഹൈസ്പീഡ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് സർവീസ് കൂടിയാണ് ഇത്. 800 കിലോമീറ്ററിൽ താഴെയുള്ള അല്ലെങ്കിൽ 10 മണിക്കൂറിൽ താഴെ ദൈർഘ്യമെടുക്കുന്ന സമയമെടുക്കുന്ന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിസർവ് എയർ കണ്ടീഷൻ ചെയർ ട്രെയിൻ സർവീസാണ് ഈ ലഭിച്ചിരിക്കുന്ന വന്ദേ ഭാരത്. ഇതൊരിക്കലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ദക്ഷിണേന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകും. പ്രത്യേകിച്ച് കർണാടകയ്ക്കും ഒരുപോലെ തന്നെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമേതും തന്നെയില്ല. പുതിയ വന്ദേ ഭാരതിൻ്റെ റേക്ക് കൊല്ലത്ത് നിർത്തിയിട്ടിരിക്കുന്നു എന്ന സൂചന ലഭിക്കുന്നുണ്ട്. എറണാകുളം സ്റ്റേഷനിൽ നിലവിൽ സ്ഥലപരിമിതിയുണ്ട്. അതിനെ തുടർന്നാണ് റേക്ക് കൊല്ലത്ത് തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. വന്ദേ ഭാരതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി റെയിൽവേ ഈ അടുത്ത് എറണാകുളം മാർഷലിംഗ് യാർഡിൽ ജോലികൾ നടത്തിയിരുന്നു. ഈ ട്രെയിൻ എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് വെറും 9 മണിക്കൂറിൽ യാത്രക്കാരെ എത്തിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും അതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു.